ചാപ്റ്റർ 14 മാത്തമാറ്റിക്കൽ റീസണിങ്. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ ചാപ്റ്ററാണ് മാത്തമാറ്റിക്കൽ റീസണിങ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ അതേസമയം വളരെ ഈസി ആയ ഒരു ചാപ്റ്ററാണ് മാത്തമാറ്റിക്കൽ റീസണിങ്. വളരെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. ഇപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ചാപ്റ്ററിൽ വരുന്ന ഫോക്കസ് ഏരിയ എന്തൊക്കെയാണ്. മാത്തമാറ്റിക്കൽ റീസണിങ് ഈ ചാപ്റ്ററിൽ 2 ഫോക്കസ് ഏരിയ എന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ 14.3.1 ഇത് നോക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പല കുട്ടികളും സംശയം ചോദിക്കുന്നുണ്ട്, ഫോക്കസ് ഏരിയ ഇതാണ്, അപ്പൊ ഈ എക്സസൈസ് ആണോ പഠിക്കേണ്ടത്? അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കണം. ടെക്സ്റ്റ് ബുക്കിൽ 14.3.1 ഏതാ, അതിന്റെ ഹെഡിങ് ഏതാ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഫോക്കസ് ഏരിയ 14.3.1 എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ എഴുതണം, അതാണ് ഈ ഫോക്കസ് ഏരിയ. 14.3.1 ഏരിയ ഇസ് നെഗേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്, നെഗേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. പിന്നെ രണ്ടാമത്തത് 14.5.1 കോൺട്രാ പോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ്. ഇപ്പൊ ഈ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് 3 ചോദ്യങ്ങൾ വരാനാണ് സാധ്യത. റൈറ്റ് ദ നെഗേഷൻ ഓഫ് ഗിവൻ സ്റ്റേറ്റ്മെന്റ്. റൈറ്റ് ദ നെഗേഷൻ. നെഗേഷൻ എന്താ നമ്മൾ ഇന്ന് പഠിക്കും. നെഗേഷൻ ഓഫ് ഗിവൻ സ്റ്റേറ്റ്മെന്റ്. റൈറ്റ് നെഗേഷൻ ഓഫ് ഗിവൻ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാകും, അതിന്റെ നെഗേഷൻ എഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ റൈറ്റ് ദ കോൺട്രാ പോസിറ്റീവ്. കോൺട്രാ പോസിറ്റീവ്. റൈറ്റ് ദ കോൺട്രാ പോസിറ്റീവ് ഓഫ് ഗിവൻ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം റൈറ്റ് ദ നെഗേഷൻ ഓഫ് ഗിവൻ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത് വരാൻ സാധ്യതയുള്ളത് റൈറ്റ് ദ കോൺട്രാ പോസിറ്റീവ് ഓഫ് ഗിവൻ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത് വരാൻ സാധ്യതയുള്ള ചോദ്യം റൈറ്റ് ദ കോൺവേഴ്സ്, കോൺവേഴ്സ് ഓഫ് ഗിവൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചോളണം. അപ്പൊ നമുക്ക് ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ 3 കാര്യങ്ങളാണ് നെഗേഷൻ, കോൺട്രാ പോസിറ്റീവ്, കോൺവേഴ്സ്. ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ +1 എക്സാമിനെ സംബന്ധിച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയ 3 കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ സ്മാർട്ടായിട്ട് പഠിക്കണം. ഇനിയിപ്പോ ഇല്ല, കുറച്ച് സമയം നമ്മൾ സ്മാർട്ടായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് നേടാം. സ്മാർട്ടായിട്ട് പഠിക്കുന്നത് എങ്ങനെ വെച്ചാൽ ഫോക്കസ് ഏരിയ എന്താണെന്ന് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോക്കസ് ഏരിയ. ഇപ്പൊ മാത്തമാറ്റിക്കൽ റീസണിംഗിൽ വരുന്ന 2 ഫോക്കസ് ഏരിയ ഇതാണ്. അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതാണ്. ഇതേ ചോദ്യങ്ങൾ വരും എക്സാമിന് 100% ഉറപ്പാണ്. ഈ 3 ചോദ്യങ്ങളിൽ എന്തായാലും ഈ 3ൽ 2 ചിലപ്പോൾ 3 ചോദിക്കാം. ഈ 3 ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ളത് പഠിച്ചു വെച്ചേക്കണം. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അതിന്റെ നെഗേഷൻ എങ്ങനെ എഴുതാം, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അതിന്റെ കോൺട്രാ പോസിറ്റീവ് എങ്ങനെ എഴുതാം, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അതിന്റെ കോൺവേഴ്സ് എങ്ങനെ എഴുതാം, അതാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഫോക്കസ് ഏരിയ 2 ഫോക്കസ് ഏരിയ എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ചാപ്റ്ററിന് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1ൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നെഗേഷൻ പഠിക്കണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റും കോമ്പോണന്റ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ് പഠിക്കും. കണക്റ്റീവ് വേർഡും ക്വാന്റിഫയേഴ്സ് എന്താണെന്നും കൂടി മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ 1 വേർഡ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. വിച്ച് ഈസ് ദ കണക്റ്റീവ് വേർഡ്. കണക്റ്റീവ് വേർഡ് 2 ഉള്ളൂ, അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ക്വാന്റിഫയർ ഫ്രേസസ് ആണ്, ഒരു ചില ഫ്രേസസ് ആണ്, അതൊരു 2-3 ഉണ്ട്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് മനസ്സിലാക്കാം. ഞാൻ ഇവിടെ 3 സെന്റൻസസ് എഴുതിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണേ. ഞാൻ ഇതിൽ ചോദ്യം ചോദിക്കും, നിങ്ങൾ ആൻസർ പറയണം. ചോദ്യം ഇത്ര മാത്രം: ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആൻസർ പറയണം. 2 + 2 = 4. 2 + 2. 2 + 2 = 4. True or false? True. True. This statement is true. First statement is true. The sum of 2 positive numbers is positive. True or false? True. 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 2 പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ പോസിറ്റീവ് നമ്പർ തന്നെ കിട്ടും, അതിലൊരു സംശയമില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് is also true. All prime numbers are odd numbers. False. 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 The reason is there is a number 2 which is prime number. 2 is a prime number, but it is not odd number. But it is not odd number. 2 ഒരു പ്രൈം നമ്പർ ആണ്, പക്ഷെ അത് ഓഡ് നമ്പർ അല്ല. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്?
ഓൾ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ്. എല്ലാ പ്രൈം നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആ തന്നിരിക്കുന്ന സെന്റൻസ്. പക്ഷെ നമുക്കറിയാം 2 ഒരു പ്രൈം നമ്പർ ആണ്, അത് ഓഡ് നമ്പർ അല്ല. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോൾസ്. ഈ 3 സെന്റൻസുകൾ ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ ട്രൂ, ഒന്നാമത്തെ രണ്ടാമത്തെ ട്രൂ ആണ്, മൂന്നാമത്തെ ഫോൾസ് ആണ്. ഇനി ഞാൻ വേറൊരു സെന്റൻസ് തരാൻ പോവാണ്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പറയണേ. ദ സം ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ 0. സം ഓഫ് എക്സ് ആൻഡ് വൈ ഇസ് ഗ്രേറ്റർ ദാൻ 0. ട്രൂ ഓർ ഫോൾസ്? എക്സ് ആൻഡ് വൈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുക, അതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണോ? ഞാൻ ഇവിടെ രണ്ട് നമ്പേഴ്സ് എഴുതാം, 3 and 5. വാട്ട് ഇസ് എക്സ് പ്ലസ് വൈ? 3 plus 5? 8, which is greater than 0. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്തായി? ട്രൂ ആയി. ഞാൻ എക്സിന് 3ഉം വൈക്കും 5 എടുത്തു കഴിഞ്ഞാൽ ഈ തന്ന സെന്റൻസ് ട്രൂ ആണ്. ഞാൻ എക്സിന് 3ഉം വൈക്ക് -5 എടുത്തു കഴിഞ്ഞാൽ 3 plus -5 എന്താ ആൻസർ? -2 ആണ്. 3 plus -5 is -2, which is less than 0. So the given sentence is false. Okay. അപ്പോൾ ഈ സെന്റൻസ് സംടൈംസ് ഇറ്റ് ഇസ് ട്രൂ, സംടൈംസ് ഇറ്റ് ഇസ് ഫോൾസ്. രണ്ടും ആവുന്നുണ്ട്, ട്രൂവും ആവുന്നുണ്ട്, ഫോൾസ് ആവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 4 സ്റ്റേറ്റ്മെന്റ് നോക്കി, അതിൽ ആദ്യത്തെ 3 ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ഒരേ സമയത്ത് രണ്ടും ആവുന്നില്ല. പക്ഷെ ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താവുന്നുണ്ട്? ഒരേ സമയത്ത് ട്രൂവും ആവുന്നുണ്ട്, ഫോൾസും ആവുന്നുണ്ട്. നമ്മൾ ഈ എക്സിനെയും വൈക്കും എന്താണോ വാല്യൂ എടുത്തിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ തന്ന സെന്റൻസ് ഒന്നെങ്കിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. ചിലപ്പോൾ ട്രൂ ആയിരിക്കും, ചിലപ്പോൾ ഫോൾസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഞാൻ എടുത്ത 4 സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഈ ആദ്യത്തെ 3 സെന്റൻസിനെ നമ്മൾ വിളിക്കുന്നത് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്. മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്. നാലാമത് എടുത്തത്, ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, 4ാമത്തെ സെന്റൻസ് ഇതൊരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല. ഇപ്പൊ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആവണമെങ്കിൽ ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം. ഓക്കെ, ഇത് ഒന്നെങ്കിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. ഇത് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല. ഫസ്റ്റ് 3 are mathematical statements. Last one is not a mathematical statement. This sentence is not a mathematical statement. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആവുന്നത് എപ്പോഴാ? ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, നോട്ട് ബോത്ത്. ഓക്കെ, ഐദർ ട്രൂ ഓർ ഫോൾസ്, നോട്ട് ബോത്ത്. രണ്ടും ഒരേ സമയത്ത് ആവാൻ പാടില്ല. ട്രൂ ആവാം, ഫോൾസും ആവാം. ഫോൾസ് ആവുന്നതിന് തെറ്റൊന്നുമില്ല. തന്ന സെന്റൻസ് ഒന്നെങ്കിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. ആ രണ്ട് കേസിലും അത് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. പക്ഷേ ഒരേ സമയം ട്രൂവും ഫോൾസും ആവുന്ന സെന്റൻസുകളാണ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലാത്തത്. മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. A sentence is called mathematically acceptable statement if it is either true or false but not both. ഒരേ സമയം ട്രൂവും ഫോൾസ് ആവാൻ പാടില്ല. Now, statements are usually denoted by small letters of English alphabet. For example, P, Q, R, etc. ഈ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. പൊതുവെ P അല്ലെങ്കിൽ Q അല്ലെങ്കിൽ R വെച്ചിട്ടാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ the P such that the sum of 3 and 4 is 9. The sum of 3 and 4 is 9. ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്, കാരണം 3 plus 4 7 ആണെന്ന് നമുക്ക് അറിയാം. ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. എന്നാലും ഇതെന്താണ്? മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇത് ഫോൾസ് മാത്രം, ഒരേ സമയം ട്രൂവും ഫോൾസും ആവുന്നില്ല. അത് ചെക്ക് ചെയ്താൽ മതി നമ്മൾ. ഓക്കെ, സോ ദിസ് ഇസ് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. We use small letters of English alphabet to denote these type of statements, P, Q, etc. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സെന്റൻസ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ ആവുന്നത് എപ്പോൾ നമുക്ക് നോക്കാം. ഒരു തന്നിരിക്കുന്ന സെന്റൻസ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ ആവുന്നത് എപ്പോഴാ? അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സെന്റൻസ് ഇൻവോൾവിങ് വേരിയബിൾ സ്പേസ് സച്ച് ആസ് ഹിയർ ആൻഡ് ദെയർ. സെന്റൻസിന്റെ അകത്ത് ഹിയർ ഉണ്ടെങ്കിൽ, ദെയർ ഉണ്ടെങ്കിൽ അത് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല. സെന്റൻസസ് ഇൻവോൾവിങ് വേരിയബിൾ ടൈം സച്ച് ആസ് ടുഡേ, ടുമോറോ, യെസ്റ്റർഡേ. ടുഡേ, ടുമോറോ, യെസ്റ്റർഡേ ഇതിനെ കുറിച്ച് പറയുന്ന സെന്റൻസുകൾ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല.
എക്സ്ക്ലാമേറ്ററി സെന്റൻസസ്, എക്സ്ക്ലാമേറ്ററി എന്ന് പറയുമ്പോൾ ആശ്ചര്യ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ടുള്ള സെന്റൻസസ് ഇല്ലേ, ഹൗ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്ന ആ ടൈപ്പ് സെന്റൻസസ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല. ഇന്റർഗേറ്റീവ് സെന്റൻസസ്, അതായത് ക്വസ്റ്റ്യൻസ്, ചോദ്യം ചോദിക്കുന്ന ആ ചോദ്യങ്ങളൊക്കെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ല. ഇംപറേറ്റീവ് സെന്റൻസസ്, അതായത് കമാൻഡ്സ്, ഓർഡേഴ്സ്, അതൊന്നും മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ല. സെന്റൻസസ് വിത്ത് പ്രോണൗൺസ് ഹി, ഷീ, എക്സെട്ര, അതും മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല. അത് ഏതാളെന്ന് നമുക്ക് അറിയാതെ പറയുന്ന പ്രോണൗൺസ് ആണ്. ഇന്ന വ്യക്തി നമുക്ക് അവിടെ ഉറപ്പില്ല, ഏതോ ഒരാളെ കുറിച്ച് പറയുന്ന സെന്റൻസുകളൊന്നും മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ല. Now for example, consider how beautiful. How beautiful. ആശ്ചര്യ ചിഹ്നം ഇവിടെ ലാസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. This is not a mathematical statement. Open the door. Order ആണ്. So it is not a mathematical statement. Where are you going? ചോദ്യം. Questions are not mathematical statement. Tomorrow is Friday. Tomorrow is Friday. ഞാൻ ഇന്നാണ് അത് പറയുന്നത്. Tomorrow is Friday. അപ്പൊ എന്താകും? ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് ഇത് ട്രൂ ആകും. ഞാൻ ഇന്ന് തേഴ്സ്ഡേ നിന്നുകൊണ്ട് പറയുമ്പോൾ ഇത് ട്രൂ ആണ്. അതേസമയം ഞാൻ മൺഡേ ആണ് ഈ സെന്റൻസ് പറയുന്നതെങ്കിലോ, മൺഡേ ആണ് ഞാൻ പറയുന്നത്, ടുമോറോ ഈസ് ഫ്രൈഡേ, അപ്പൊ അതെന്താകും? ഫോൾസ് ആകും. ഈ സെന്റൻസ് ഒരേ സമയം ട്രൂ ആവാം, ഫോൾസ് ആവാം. ഞാൻ ഏത് ദിവസമാണ് പറയുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇത് ട്രൂ ആവാം, ഫോൾസ് ആവാം. സോ ദിസ് ഇസ് നോട്ട് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഷീ ഈസ് എ മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റ്. ഷീ ഈസ്, ഇത് ആരെ കുറിച്ച് പറയുന്നതെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ അനഘനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇതിന് പകരം വേറൊരു കുട്ടിനെയാണ് പറയുന്നതെങ്കിൽ ഇപ്പൊ ഏത് കുട്ടിയാന്ന് ഇവിടെ അറിയില്ല. ചിലപ്പോ ഞാൻ പറയുന്ന കുട്ടി മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റ് ആവണമെന്നില്ല, ചിലപ്പോ ആവാനും മതി. അതായത് ഒരേ സമയം ഇത് ട്രൂവും ആവാം, ഫോൾസും ആവാം. സോ ദിസ് സെന്റൻസ് ഇസ് നോട്ട് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. കാശ്മീർ ഈസ് ഫാർ ഫ്രം ഹിയർ. ഹിയർ എന്ന് പറഞ്ഞ വേർഡ് ഉണ്ട് ഇതില്. ഹിയർ കൊണ്ട് ഞാനിപ്പോ ഇവിടുന്ന് കേരളത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ഈ സെന്റൻസ് ട്രൂ ആണ്. കാശ്മീർ ഇസ് ഫാർ ഫ്രം ഹിയർ. അതേസമയം ഞാൻ നാളെ കാശ്മീർ പോയി, കാശ്മീർ നിന്നുകൊണ്ട് കാശ്മീർ ഇസ് ഫാർ ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ എന്താകും? അത് ഫോൾസ് ആകും. ഓക്കെ, അപ്പൊ ഈ ഹിയർ എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ളത് വ്യക്തമല്ല. സോ ദിസ് സെന്റൻസ് ഇസ് നോട്ട് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. മാത്തമാറ്റിക്സ് ഇസ് ഫൺ. ട്രൂ ആണോ ഫോൾസ് ആണോ? മാത്തമാറ്റിക്സ് ഇസ് ഫൺ. ചിലർക്ക് ട്രൂ ആയിരിക്കും. മാത്സ് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികൾക്ക് ട്രൂ ആയിരിക്കും. മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന എത്രയോ കുട്ടികളുണ്ട്, അവർക്കൊക്കെ ഇത് ഫോൾസ് ആയിരിക്കും. ഈ സെന്റൻസ് ഒരേ സമയം ട്രൂ ആവാം, ഫോൾസോ ആവാം. സോ ദിസ് ഇസ് നോട്ട് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഹൗ ഫാർ ഇസ് ചെന്നൈ ഫ്രം ഹിയർ? ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ, സോ ഇറ്റ് ഇസ് നോട്ട് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. Now example for mathematical statements. There are 40 days in a month. True or false? False. Okay, false മാത്രമാണ്, എപ്പോഴും false ആണത്. 40 ദിവസത്തിൽ ഒരു മന്ത് നമുക്കില്ല. So it is always false. So it is a mathematical statement. False മാത്രമാണ്, ഒരിക്കലും അത് true ആവുന്നില്ല. So it is a mathematical statement. 8 is less than 6. True or false? False. False. Okay, 8 is less than 6. It is false. So it is a mathematical statement. The sun is a star. True. 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 So it is a statement. True മാത്രമാണ്. Every set is a finite set. True or false? ഇപ്പൊ നിങ്ങൾ n, z, r ഒക്കെ പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ എന്താണ്? ഇൻഫിനിറ്റ് സെറ്റ് ആണ്. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് എന്താ? Every set is a finite set. It is false. There are many sets, infinitely many sets, which are infinite sets. So this sentence is false. So it is a statement. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. തന്ന സെന്റൻസ് ഒന്നെങ്കിൽ ട്രൂ ആവണം, അല്ലെങ്കിൽ ഫോൾസ് ആവണം. അങ്ങനെയാണോ നോക്കിയാൽ മതി. ഒരേ സമയത്ത് ട്രൂവും ഫോൾസും ആവാൻ പാടില്ല. ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം. Such sentences are known as mathematical statements. Now exercise 14.1 വളരെ പെട്ടെന്ന് നമുക്ക് തീർക്കായത്. There are 35 days in a month. ഇത് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് പറഞ്ഞാൽ മതി. ഇത് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ? Which of the following sentences are statements? Give reasons for your answer. റീസൺ കൂടി പറയണം. അപ്പൊ നമുക്ക് ട്രൂ ഓർ ഫോൾസും കൂടി നോക്കാം. There are 35 days in a month. True or false? False. False. So it is a mathematical statement.
ഇതുപോലെ എഴുതണം കേട്ടോ. ഇവിടെ ഫാൾസ് എന്ന് എഴുതണം. നോട്ട് ബുക്കിൽ എഴുതുമ്പോൾ സെന്റൻസ് എഴുതണം, ഫാൾസ് എന്ന് എഴുതണം. അതിനുശേഷം സോ ഇറ്റ് ഈസ് എ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ്സ് എന്ന് എഴുതിയാലും മതി, മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. Now second one, mathematics is difficult. True or false? False. ചിലർക്ക് false ആയിരിക്കും, ചിലർക്ക് ട്രൂ ആയിരിക്കും. ചില കുട്ടികൾക്ക് വളരെ ഈസി ആയിരിക്കും മാത്സ്, ചില കുട്ടികൾക്ക് ട്രൂ ആയിരിക്കും. സോ ദിസ് ഈസ് നോട്ട് എ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. നോട്ട് എ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. Okay, now third one, the sum of 5 and 7 is greater than 10. True or false? True. So it is a mathematical statement. Fourth one, the square of a number is an even number. ഒരു നമ്പറിന്റെ സ്ക്വയർ ഈവൺ നമ്പർ എന്നാ പറഞ്ഞിരിക്കുന്നത്. ട്രൂ ഓർ ഫോൾസ്? ഫോൾസും ആണ് ട്രൂ ആണ്, രണ്ടും ആവും അല്ലേ? ട്രൂ ഓർ ഫോൾസ് രണ്ടും ആവുന്നുണ്ട്. എന്തുകൊണ്ടാ? 2 സ്ക്വയർ എന്താ? 4. അന്നേരം ഈവൻ. 3 സ്ക്വയർ 9. അന്നേരം അതെന്തായി? ഓടായില്ലേ? നോട്ട് ഈവൻ ആയി. ദ സ്ക്വയർ ഓഫ് എ നമ്പർ ഇസ് ആൻ ഈവൻ നമ്പർ. ഇത് ഞാൻ ഇവിടെ 2 എടുത്തു കഴിഞ്ഞാൽ, ഞാൻ എടുക്കുന്ന നമ്പർ 2 ആണെങ്കിൽ ഇത് ട്രൂ ആകും. 2ന്റെ സ്ക്വയർ 4 വിച്ച് ഇസ് ഈവൻ. ഞാൻ എടുക്കുന്ന നമ്പർ 3 ആണെങ്കിൽ 3ന്റെ സ്ക്വയർ 9. അന്നേരം നോട്ട് ഈവൻ ആയി. അപ്പൊ ഇത് ഫോൾസ് ആയി. തന്ന സെന്റൻസ് ഫോൾസ് ആയി. ഈ സെന്റൻസ് ഒരേ സമയം ട്രൂവും ആവാം ഫോൾസും ആവാം. ഞാൻ എടുക്കുന്ന നമ്പറിനെ അനുസരിച്ചിട്ടുണ്ടാകും. 2 ആണെങ്കിൽ ഈവൻ ആകും, ട്രൂ ആകും. ഞാൻ എടുത്ത നമ്പർ 3 ആണെങ്കിൽ 9 ആണ് കിട്ടുന്നത്, വിച്ച് ഇസ് നോട്ട് ഈവൻ, സോ ഇറ്റ് ഇസ് ഫോൾസ്. അപ്പൊ ഇത് എന്താണ്? നോട്ട് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. നോട്ട് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. Now fifth one, the side of a quadrilateral have equal length. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണെന്നാ പറയുന്നത്. ട്രൂ ഓർ ഫോൾസ്? ഫോൾസ്. ഓക്കെ, ഫോൾസ് ആകും. എപ്പോ ഫോൾസ് ആകും? ഞാൻ റെക്ടാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അത് ഫോൾസ് ആകും. അതിന് പകരം ഞാൻ സ്ക്വയർ ആണ് എടുക്കുന്നതെങ്കിലോ ട്രൂ ആകും. ഓക്കെ, സ്ക്വയർ ആണ് എടുക്കുന്നതെങ്കിൽ ട്രൂ ആവും. ഞാൻ എടുക്കുന്ന ക്വാഡ്രിലാറ്ററൽ റെക്ടാങ്കിൾ അല്ലെങ്കിൽ പാരലോഗ്രാം അല്ലെങ്കിൽ വേറെ പല ക്വാഡ്രിലാറ്ററൽസ് ഉണ്ട് അല്ലേ? സ്ക്വയർ അല്ലാത്ത വേറെ ഒരുപാട് ക്വാഡ്രിലാറ്ററൽസ് ഉണ്ട്. അതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഈ സെന്റൻസ് ഫോൾസ് ആണ്. ഞാൻ എടുത്ത ക്വാഡ്രിലാറ്ററൽ സ്ക്വയർ ആണെങ്കിൽ ഈ സെന്റൻസ് ട്രൂ ആണ്. സോ ദിസ് ഇസ് നോട്ട് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. നോട്ട് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. നൗ സിക്സ്ത് വൺ, ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് എ ഓർഡർ. So it is not a mathematical statement. The product of -1 and 8 is 8. True or false? False. So it is a mathematical statement. False മാത്രാണത്. Next one, the sum of all interior angles of a triangle is 180 degree. Sum of all interior angles of a triangle is 180 degree. True or false? True. So it is a mathematical statement. Mathematical statement. Now today is a windy day. True or false? True ആവാം, false ആവാം. ഈ ടുഡേനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുണ്ട്. അപ്പൊ ഈ സെന്റൻസിൽ ടുഡേ ഉള്ളത് കൊണ്ട്, ഈ ഒരു വേർഡ് ഉള്ളത് കൊണ്ട് ദിസ് ഇസ് നോട്ട് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. നോട്ട് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നോട്ട് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഓൾ റിയൽ നമ്പേഴ്സ് ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. ഇത് ട്രൂ ആണ്. എല്ലാ റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പർ ആണ്. സോ ദിസ് ഇസ് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. നൗ ന്യൂ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ഓൾഡ്. ഇപ്പൊ നമുക്ക് തന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഉണ്ടാക്കാം, അതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. പി സച്ച് ദാറ്റ് 4 ഈസ് ആൻ ഓഡ് നമ്പർ. 4 ഈസ് ആൻ ഓഡ് നമ്പർ. ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 4 is not an odd number. ഞാൻ ഇവിടെ ചേർത്തത് ഒരു വേർഡ് മാത്രം, നോട്ട് മാത്രം. ഓക്കെ, നോട്ട് മാത്രം. എന്താ ചെയ്തത്? 4 is an odd number, അതാണ് തന്ന സ്റ്റേറ്റ്മെന്റ്. ഞാൻ അതിൽ നോട്ട് ചേർത്തിട്ട് പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 4 is not an odd number. ഈ സെന്റൻസിനെ നമ്മൾ പറയുന്നത് നെഗേഷൻ. നെഗേഷൻ. ഇപ്പൊ നെഗേഷൻ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? തന്ന സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ഒരു നോട്ട് ചേർക്കണം. അതിന് നേരെ ഓപ്പോസിറ്റ് മീനിങ് വരണം. നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് 4 is an odd number, 4 is not an odd number is known as negation of P.
4 is not an odd number. അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം. It is false that 4 is an odd number. ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു സ്റ്റേറ്റ്മെന്റ് പി തന്നിട്ടുണ്ട്, അതിന്റെ നെഗേഷൻ എഴുതാൻ 3 മെത്തേഡ് ഉണ്ട്. തന്ന സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ എഴുതാൻ 3 മെത്തേഡ് ഉണ്ട്. ആ 3 മെത്തേഡും ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസ് ഇവിടെ ഉണ്ട്. ആദ്യത്തേതില് നോട്ട് ചേർത്തു, രണ്ടാമത്തേതില് ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് എഴുതിയിട്ട് തന്ന സ്റ്റേറ്റ്മെന്റ് അതുപോലെ എഴുതി. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് 4 ഈസ് ആൻ ഓഡ് നമ്പർ. ഇത് വളരെ ഈസിയാണ് ഇത് എഴുതാൻ. തന്ന സ്റ്റേറ്റ്മെന്റിന് മുമ്പില് ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചേർത്താൽ മതി. അല്ലെങ്കിൽ തന്ന സ്റ്റേറ്റ്മെന്റിന് മുമ്പില് ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് എഴുതിയിട്ട് തന്ന സ്റ്റേറ്റ്മെന്റ് പീനെ അതുപോലെ എഴുതി കഴിഞ്ഞാൽ നെഗേഷൻ കിട്ടും. ഇപ്പൊ നെഗേഷൻ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ കാണാൻ 3 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ നോട്ട് ചേർക്കണം. നോട്ട് പക്ഷേ ആദ്യം ചേർത്താൽ ശരിയാവില്ല, അത് എവിടെയാണോ ചേർക്കേണ്ടത് അവിടെ തന്നെ ചേർക്കണം. 4 ഈസ് നോട്ട് ആൻ ഓഡ് നമ്പർ, അങ്ങനെയാണ് നമ്മൾ കറക്റ്റ് സെന്റൻസ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ രണ്ടെണ്ണം വളരെ ഈസിയാണ്. തന്ന സ്റ്റേറ്റ്മെന്റിന്റെ മുമ്പിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചേർത്താൽ മതി, അല്ലെങ്കിൽ തന്ന സ്റ്റേറ്റ്മെന്റിന്റെ മുമ്പിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ചേർത്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നെഗേഷൻ എഴുതുന്നത്. ഇത് നമ്മുടെ ഒരു ഫോക്കസ് പോയിന്റ് ആണ്. ഫസ്റ്റ് ഫോക്കസ് പോയിന്റ് ആണ് നെഗേഷൻ ഓഫ് എ സെന്റൻസ്. ഇപ്പൊ നെഗേഷൻ എഴുതുന്നത് എങ്ങനെയാ? 3 രീതിയിൽ എഴുതാം. ഒന്നെങ്കിൽ നോട്ട് ചേർക്കണം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചേർക്കണം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റും ചേർക്കണം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എക്സാമിൽ വരുന്ന ചോദ്യത്തിന് 3 എണ്ണം എഴുതി വെക്കണ്ട, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. വളരെ ഈസി. രണ്ടാമത്തെ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് വളരെ ഈസിയാണ്. തന്ന സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിനേക്കാളും തൊട്ട് മുന്നേ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് പറഞ്ഞ ഫ്രേസ് അങ്ങ് ചേർത്താൽ മതി, നെഗേഷൻ കിട്ടും. വളരെ ഈസിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മാർക്ക് ഇപ്പൊ തന്നെ ഉറപ്പിക്കാം. അപ്പൊ നമ്മൾ നെഗേഷൻ എഴുതാൻ ചേർക്കേണ്ടത് ഒന്നെങ്കിൽ നോട്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്. ഇപ്പൊ തന്നെ പഠിച്ചല്ലോ. കുറച്ച് എക്സാമ്പിൾസും കൂടി നമുക്ക് നോക്കാം. നെഗേഷന്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതി വെക്കാം ആദ്യം. ഇഫ് പി ഇസ് എ സ്റ്റേറ്റ്മെന്റ്, then the negation of P is also a statement and is denoted by not P. വായിക്കേണ്ടത് അങ്ങനെയാണ്, not P. എഴുതേണ്ടത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചേർക്കണം, പിയുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് ചേർക്കണം. വായിക്കേണ്ടത് നോട്ട് പി. ഒരു നോട്ട് വരും അതിൽ. തന്ന സ്റ്റേറ്റ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ നെഗേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ നോട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ മാത്രം എഴുതിയാൽ മതി. Write the negation of following statements. First one, P such that both the diagonals of a rectangle have the same length. Both the diagonals of a rectangle have same length. Okay, അതിന്റെ നെഗേഷൻ, ഈ തന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നെഗേഷൻ എഴുതുന്ന സമയത്ത് നെഗേഷൻ അങ്ങ് എഴുതിയാൽ മതി. എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ നോട്ട് ചേർക്കണം. ബോത്ത് ഡയഗണൽസ് ഓഫ് എ റെക്ടാങ്കിൾ does not have same length, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ബോത്ത് ഡയഗണൽസ് ഓഫ് എ റെക്ടാങ്കിൾ ഹാവ് ദ സെയിം ലെങ്ത്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ബോത്ത് ഡയഗണൽസ് ഓഫ് എ റെക്ടാങ്കിൾ ഹാവ് ദ സെയിം ലെങ്ത്. ഈ 3 രീതിയിൽ എങ്ങനെയെങ്കിലും വേണമെങ്കിൽ എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. വളരെ ഈസി മെത്തേഡ് ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ഇത് ചേർക്കുന്നതാണ്. ഇത് ചേർത്തിട്ട് ആ സെന്റൻസ് അതുപോലെ എഴുതിയാലേ ഒന്നും ചിന്തിക്കാനില്ല. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചേർത്തിട്ട് ആ സ്റ്റേറ്റ്മെന്റ് അതുപോലെ എഴുതി കഴിഞ്ഞാൽ നെഗേഷൻ ആയി. നൗ റൈറ്റ് ദ നെഗേഷൻ ഓഫ് ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. നിങ്ങൾ പെട്ടെന്ന് ചെയ്യല്ലോ. പി സച്ച് ദാറ്റ് ചെന്നൈ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാടു. എന്താ നെഗേഷൻ? ചെന്നൈ ഇസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാടു. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചെന്നൈ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാടു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ചെന്നൈ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാടു. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചെന്നൈ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാടു. Now second one, all triangles are not equilateral triangle. All triangles are not equilateral triangle. ഇതിന്റെ നെഗേഷൻ എഴുതുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒന്നും ചിന്തിക്കാതെ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ സെന്റൻസിന്റെ മുമ്പിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റും ചേർത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ നോട്ട് അങ്ങ് ഒഴിവാക്കിയാൽ മതി. നോട്ട് ഒഴിവാക്കിയിട്ട് സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ തന്ന സ്റ്റേറ്റ്മെന്റ് നെഗേഷനായി. തന്നത് എന്താ? ഓൾ ട്രയാങ്കിൾസ് ആർ നോട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. അതിന്റെ നെഗേഷൻ എന്ത് വരും? ഓൾ ട്രയാങ്കിൾസ് ആർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. ഓക്കെ, ഇതാണ് നെഗേഷൻ. ഈ നോട്ട് അങ്ങ് കളഞ്ഞാൽ മതി.
നോട്ട് ഇല്ല എങ്കിൽ നോട്ട് ചേർത്താൽ നെഗേഷൻ ആകും. എന്ന സെന്റൻസിൽ നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് അങ്ങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് നെഗേഷൻ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, ചിന്തിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചേർത്താൽ മതി. Now third one, P such that the number 2 is greater than 7. Number 2 is greater than 7. Not P. The number 2 is not greater than 7. Fourth one, P such that every natural number is an integer. Every natural number is an integer. Negation, every natural number is not an integer. Fifth one, every natural number is greater than 0. Negation is, it is false that, ഇതാ ചേർത്തിരിക്കുന്നത്, it is false that every natural number is greater than 0. ഓക്കെ, നമുക്ക് കൂടുതൽ ആലോചിക്കാണ്ട് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന നെഗേഷൻ ആണ് ഇത്. തന്ന സ്റ്റേറ്റ്മെന്റ് മുമ്പിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചേർത്താൽ മതി. Now here there are two sentences. 15 is divisible by 3. 15 is divisible by 5. ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. 15 is divisible by 3. 15 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. So 15 is divisible by 3. 15 is also divisible by 5. This is also true. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പുതിയ ഒരു സെന്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ചേർത്തത്? ഞാൻ ഇവിടെ ആൻഡ് ചേർത്തു. 15 is divisible by 3 and 5. 15 is divisible by 3 and 5. ഈ രണ്ട് ആദ്യം എഴുതിയിരിക്കുന്ന രണ്ട് സെന്റൻസുകളെ പറയുന്നത് കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ആദ്യത്തെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ പറയുന്നത് കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ്. ആ രണ്ടെണ്ണം ചേർത്തിട്ട് കിട്ടുന്ന ഈ പുതിയ സ്റ്റേറ്റ്മെന്റിനെ പറയുന്നത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ രണ്ടോ അതിൽ കൂടുതലോ കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകും. ഇപ്പൊ ഇവിടെ ഞാൻ ഉപയോഗിച്ചത് ആൻഡ് എന്ന് പറഞ്ഞ വേർഡാണ്. അതുപോലെ എനിക്ക് ഓറും ഉപയോഗിക്കാം. ഓറ് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ചിട്ടും രണ്ട് സ്റ്റേറ്റ്മെന്റിനെ കമ്പൈൻ ചെയ്തിട്ട് പുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ഉപയോഗിച്ചത് ആൻഡ് ആണ്. അതുപോലെ ഓർ വെച്ചിട്ടും ചെയ്യാം. 15 is divisible by 3 or 5 ഇങ്ങനെയും എഴുതാം. Compound statements. A statement which is made up of two or more statements is called compound statements. In this case, each statement is called a component statements. രണ്ടോ അതിൽ കൂടുതലോ കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡ്സ് ഏതൊക്കെയാ? ആൻഡ് ഓർ. ഒന്നെങ്കിൽ ആൻഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓർ ഉപയോഗിക്കാം. രണ്ട് കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് തന്നാൽ അതിനെ ഒന്നെങ്കിൽ ആൻഡ് വെച്ചിട്ട് കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഓർ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് പുതിയൊരു സെന്റൻസ് ഉണ്ടാക്കാം. ഇനി ആൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സെന്റൻസ് ട്രൂ ആവുന്നത് എപ്പോഴാ? അതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണേ. 15 is divisible by 3 is true. 15 is divisible by 5 is true. 15 is divisible by 3 and 5. This statement is also true. 15 is divisible by 4. This statement is true or false? False. 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 15 is divisible by 5. True or false? True. 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 15 is divisible by 4 and 5. True or false? False. False. False ആണ്. കാരണം എന്ത് വന്നു? ഇവിടെ 4 വന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയി. അതുകൊണ്ട് നമ്മൾ കമ്പൈൻ ചെയ്തുണ്ടാക്കിയ പുതിയ സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആയി. അതുപോലെ ഇത് തന്നെ വേറൊരു രീതിയിൽ പറയാം. 15 is divisible by 3 is true. 15 is divisible by 7 is false. 15 is divisible by 3 and 7 is false. ഇപ്പൊ ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പുതിയ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആകും ആൻഡ് ഉപയോഗിക്കുമ്പോൾ. ഓക്കെ, അപ്പോഴാ ആൻഡ് ഉപയോഗിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയി കഴിഞ്ഞാൽ ആൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആകും. ഇപ്പൊ ഇവിടെ രണ്ട് കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സും ഫോൾസ് ആണ്. രണ്ടും ഫോൾസ് ആയി കഴിഞ്ഞാൽ അത് എന്തായാലും ഫോൾസ് ആകും. ആൻഡ് ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യത്തതും രണ്ടാമത്തതും ഫോൾസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഫോൾസ് ആകും. ഇപ്പൊ ഞാനിവിടെ 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നത്. 4 സ്റ്റേറ്റ്മെന്റ്. അതിൽ ഫസ്റ്റ് വൺ ട്രൂ ആയിരുന്നു, സെക്കൻഡ് വൺ ഫോൾസ് ആണ്, തേർഡ് വൺ ഫോൾസ് ആണ്, ഫോർത്ത് വൺ ഫോൾസ് ആണ്. ഇപ്പൊ ഫസ്റ്റ് വൺ ട്രൂ ആവാൻ കാരണം രണ്ടും ട്രൂ ആയിരുന്നു. രണ്ട് കോമ്പോണൻസും ട്രൂ ആയിരുന്നു.
ഇത് ഫോൾസ് ആവാൻ കാരണം ആദ്യത്തേത് ഫോൾസും രണ്ടാമത്തത് ട്രൂ ആയതുകൊണ്ട്. ആദ്യത്തേത് ഫോൾസ് ആയതുകൊണ്ട് ഫോൾസ് ആയത്. ഇത് ട്രൂ ആണ്, ഇവിടെ ഫോൾസ് ആണ്, അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയി. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആയതുകൊണ്ട് നമ്മുടെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആയി. അപ്പൊ ആൻഡ് വരുന്ന ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവണമെങ്കിൽ, ആൻഡ് വരുന്ന ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ആൻഡ് വരുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയത് എപ്പോഴാ? കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ട്രൂ ആയിരിക്കണം. അതിന്റെ കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ട്രൂ ആയാൽ മാത്രമേ ആൻഡ് കണക്റ്റീവ് ആയിട്ട് വരുന്ന സെന്റൻസുകൾ ട്രൂ ആവത്തുള്ളൂ. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് വിത്ത് ആൻഡ്. The compound statement with and is true if all its component statements are true. Okay, ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. The compound statement with and is false and is false if any of its component statement is false. ഏതെങ്കിലും ഒന്ന് false ആയി കഴിഞ്ഞാൽ and ഇരിക്കുന്ന compound statement false ആകും. ഇനി ഞാൻ ഓർ വെച്ചിട്ടില്ല സെന്റൻസ് ആണ് നോക്കുന്നത്. ഓർ വെച്ചിട്ടുള്ള കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എപ്പോഴാ ട്രൂ ആവുന്നത്, എപ്പോഴാ ഫോൾസ് ആവുന്നത്, അതാണ് നോക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. 15 is divisible by 3 is true. 15 is divisible by 5 is true. 15 is divisible by 3 or 5 is also true. 15 is divisible by 4 is false. 15 is divisible by 5 is true. 15 is divisible by 4 or 5. True or false? 15 is divisible by ഒന്നെങ്കിൽ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയാ പറയുന്നത്. ഓറാ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ 4 കൊണ്ട് ഡിവിസിബിൾ ആകാം, അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവിസിബിൾ ആകാം. 5 കൊണ്ട് ഡിവിസിബിൾ അല്ലേ, അതുകൊണ്ട് അതെന്താണ്? ട്രൂ ആണ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയാൽ മതി. ഒന്നെങ്കിൽ ആദ്യത്തത് അല്ലെങ്കിൽ രണ്ടാമത്തത് ട്രൂ ആയി കഴിഞ്ഞാൽ ഓറ് വരുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകും. ഇപ്പൊ ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, രണ്ടാമത്തത് ഫോൾസ് ആണ്. 15 is divisible by 3 or 7. This is true because 15 is divisible by 3. ഇത് കറക്റ്റ് ആണ്, ഈ പാർട്ട് കറക്റ്റ് ആണ്. ഇവിടെ ഓറാണ്. ആൻഡ് വന്നാൽ മാത്രം രണ്ട് പാർട്ടും ട്രൂ ആവണം. ഓർ ആണെങ്കിൽ ഒന്നെങ്കിൽ ഡിവിസിബിൾ ബൈ 3 അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 7 എന്നാണ്. ഇപ്പൊ 3 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് വൺ ഫോൾസ്, സെക്കൻഡ് വൺ ഫോൾസ്, തേർഡ് വൺ ഫോൾസ്. എഴുതിയിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റുകളിൽ, ഇപ്പൊ ഈ നമ്മൾ നോക്കിയ 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഓർ ഉപയോഗിച്ചുകൊണ്ടുള്ള കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് രണ്ടും ട്രൂ ആയി കഴിഞ്ഞാൽ ഓർ ട്രൂ ആണ്. ആദ്യത്തേത് ഫോൾസ്, രണ്ടാമത്തേത് ട്രൂ ആയാലും ഓർ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. ആദ്യത്തേത് ട്രൂ, രണ്ടാമത്തേത് ഫോൾസ് ആയാലും ഓർ ഇരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. രണ്ടും ഫോൾസ് ആവുന്ന സമയത്താണ് ഓർ ഇരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആവുന്നത്. ഓക്കെ, ഇപ്പൊ 3 കേസിലും അത് ട്രൂ ആണ്. രണ്ടും ഫോൾസ് ആയാൽ മാത്രമേ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ഓർ ഇരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആകത്തുള്ളൂ. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് വിത്ത് ഓർ ഇരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂത്ത് വാല്യൂ ആണ് ഇതിനെ പറയാ. ട്രൂത്ത് വാല്യൂ എപ്പോഴാണ് അത് ട്രൂ ആവുന്നത്? എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് വിത്ത് ഓർ is true when one component statement is true or both the component statements are true. ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിലും നമ്മുടെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകും. രണ്ടെണ്ണം ശരിയായി കഴിഞ്ഞാൽ എന്തായാലും ട്രൂ ആകും. എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് വിത്ത് ഓർ is false when both the component statements are false. രണ്ടും ഫോൾസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓർ ഇരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആയിരിക്കും. ഇനി ഞാൻ കുറച്ച് സെന്റൻസസുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓർ വരുന്ന സെന്റൻസുകളാണ്. ഇതിന്റെ പ്രത്യേകത എന്താ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഫസ്റ്റ് വൺ, ടു എൻറ്റർ എ കൺട്രി യു നീഡ് എ പാസ്പോർട്ട് ഓർ എ വോട്ടർ രജിസ്ട്രേഷൻ കാർഡ്. ടു എൻറ്റർ എ കൺട്രി യു നീഡ് എ പാസ്പോർട്ട് ഓർ എ വോട്ടർ രജിസ്ട്രേഷൻ കാർഡ്. അതായത് നിങ്ങൾ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിലും ആ കൺട്രിയിലേക്ക് നിങ്ങൾക്ക് കടക്കാം. പാസ്പോർട്ടിന് പകരം വോട്ടർ രജിസ്ട്രേഷൻ കാർഡ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് ആയ ഒരു കൺട്രിയാണ്, എല്ലാ കൺട്രിയിലേക്കും അല്ല പറയുന്നത്, ഏതൊരു രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാം. പാസ്പോർട്ട് ഉണ്ടെങ്കിലും കടക്കാം, വോട്ടർ രജിസ്ട്രേഷൻ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ആ രാജ്യത്തേക്ക് നിങ്ങൾക്ക് പോകാം.
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്, വോട്ടർ രജിസ്ട്രേഷൻ കാർഡ് രണ്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ കൺട്രിയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമോ? പറ്റും അല്ലേ? ഒരു സംശയമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ കൺട്രിയിലേക്ക് പോകാം. ഈ സെന്റൻസിലെ ഓറിനെ നമ്മൾ പറയുന്നത്, ഈ ഓറിനെ പറയുന്നത് ഇൻക്ലൂസീവ് ഓർ എന്നാണ്. ഇൻക്ലൂസീവ് ഓർ, അതായത് ഫസ്റ്റും രണ്ടാമത്തെ കാര്യം, ആദ്യത്തേതും രണ്ടാമത്തെ കാര്യം നമ്മൾ കയ്യിലുണ്ടെങ്കിലും നമുക്ക് അവിടേക്ക് പോകാം. രണ്ട് പാർട്ടും ട്രൂ ആണ്, രണ്ടും ഒരേ സമയത്ത് നടക്കും. Now second one, the school is closed if it is a holiday or a Sunday. ഇപ്പോൾ ഹോളിഡേ ആണെങ്കിലും നമുക്ക് അവധി കിട്ടും, സൺഡേ ആണെങ്കിലും സ്കൂളിന് അവധിയാണ്. ഇപ്പോൾ ഒരു ഞായറാഴ്ച ഒരു ഹോളിഡേ വന്നു, ഓക്കെ, ഒരു ഞായറാഴ്ച ഒരു ഫെസ്റ്റിവൽ വന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവധി കിട്ടുമോ ഇല്ലയോ? കിട്ടും. അവധി കിട്ടും. അതായത് ഹോളിഡേയും ആണ് സൺഡേയും ആണെങ്കിൽ പോലും നമുക്കന്ന് അവധി കിട്ടും. അതായത് ഈ ഓറിനെ നമ്മൾ പറയുന്നത് ഇൻക്ലൂസീവ് ഓർ എന്നാണ്. ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കാന്നുള്ളതാണ് ഇവിടെ. രണ്ടും ഒരേ സമയത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഇൻക്ലൂസീവ് ഓർ. അടുത്ത ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. 2 ലൈൻസ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് ഓർ ആർ പാരലൽ. രണ്ട് ലൈൻസ് ഉണ്ട്, ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആർ പാരലൽ. നമ്മൾ പ്ലെയിന്റെ മുകളിൽ രണ്ട് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇന്റർസെക്ട് ചെയ്യും, അല്ലെങ്കിൽ പാരലൽ ആയിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ ഇന്റർസെക്ട് ചെയ്യണം ഒരു പോയിന്റിൽ, അല്ലെങ്കിൽ അത് പാരലൽ ആയിരിക്കണം. ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കുമോ? ഇന്റർസെക്ട് ചെയ്യും വേണം, പാരലലും ആയിരിക്കണം. ഒരേ സമയത്ത് നടക്കുമോ? ഇല്ല ഇല്ല. പാരലൽ ആണെങ്കിൽ ഇന്റർസെക്ട് ചെയ്യില്ല, ഇന്റർസെക്ട് ചെയ്താൽ അതൊരിക്കലും പാരലലും ആയിരിക്കില്ല. ഈ രണ്ട് കണ്ടീഷനും ഒരേ സമയത്ത് നടക്കുന്നില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ഓറിനെ നമ്മൾ പറയുന്നത് exclusive or. exclusive. Okay, this or is known as exclusive or. വേറൊരു എക്സാമ്പിൾ പറയാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സ്റ്റുഡൻസ് ക്യാൻ ടേക്ക് ഹിന്ദി ഓർ മലയാളം ആസ് their second language. സ്റ്റുഡൻറ് ക്യാൻ ടേക്ക് ഹിന്ദി ഓർ മലയാളം ആസ് their second language. അപ്പൊ നിങ്ങൾ ഇവിടെ പറയണമെങ്കിൽ ഹിന്ദി ഓർ കന്നഡ ആയിരിക്കും അല്ലെ? ഹിന്ദി ഓർ കന്നഡ ആസ് their second language. ഒന്നെങ്കിൽ ഹിന്ദി എടുക്കാം, അല്ലെങ്കിൽ കന്നഡ എടുക്കാം. രണ്ടും നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഒന്നെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ മലയാളം. ഓക്കെ, ഒന്നെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ കന്നഡ, അങ്ങനെ മാത്രമേ എടുക്കാൻ പറ്റൂ. സോ ദിസ് ഓർ ഇസ് നോൺ ആസ് എക്സ്ക്ലൂസീവ് ഓർ. ഇപ്പൊ രണ്ട് ടൈപ്പ് ഓർ ഉണ്ട്, ഇൻക്ലൂസീവ് ഓർ ആൻഡ് എക്സ്ക്ലൂസീവ് ഓർ. എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ സമയത്ത് നടക്കുന്നില്ല, അങ്ങനെയാണെങ്കിലാണ് എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്നത്. ഇനി ഈ മൂന്ന് സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് വൺ, ഫോർ ഓൾ പോസിറ്റീവ് ഇന്റീജർ എക്സ് we have x plus 2 greater than 8. There exists, first one, for all positive integer x we have x plus 2 greater than 8. Second one, there exists a capital for every state in India, for every real number x such that x is less than x plus 1. For every real number x is less than x plus 1. ഈ അണ്ടർലൈൻ ഇട്ട് വെച്ച ഫ്രേസസ് ഒന്ന് ശ്രദ്ധിക്കണം. For all, there exist, for every. These phrases are known as quantifiers. അതിൻ്റെ പേരാണ് ക്വാണ്ടിഫയേഴ്സ്. അപ്പോൾ എക്സാമിൽ വരുന്ന എക്സാമിൽ വരുന്ന ചോദ്യം ഇങ്ങനെയാണ്. ഈ സെന്റൻസ് തന്നിട്ടുണ്ടാകും. ഫോർ ഓൾ പോസിറ്റീവ് ഇന്റീജർ എക്സ് വി ഹാവ് എക്സ് പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 8. ഐഡന്റിഫൈ ദ ക്വാണ്ടിഫയർ. ഐഡന്റിഫൈ ദ ക്വാണ്ടിഫയർ. അപ്പോൾ ക്വാണ്ടിഫയർ ഏതാ? ഫോർ ഓൾ, അതാണ് ആൻസർ. ഫോർ ഓൾ ഇസ് ദ ക്വാണ്ടിഫയർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് there exist. there exist ആണ് ക്വാണ്ടിഫയർ, അല്ലെങ്കിൽ ഫോർ എവറി. ഈ ഫ്രേസുകളെയാണ് നമ്മൾ പറയുന്നത് ക്വാണ്ടിഫയേഴ്സ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ക്വാണ്ടിഫയേഴ്സ് ആർ ഫോർ ഓൾ, there exist, ഫോർ എവറി. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 2ലേക്ക് കടക്കാൻ പോവാണ്. മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ചത് നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം അവിടെ പഠിച്ചത് നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. അതുകൂടാണ്ട് നമ്മൾ ഇവിടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചു, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചു, കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചു, ആൻഡ് ഇരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണ് ട്രൂ ആവുന്നതെന്ന് പഠിച്ചു, ഓർ ഇരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുന്നത് എപ്പോഴാന്ന് പഠിച്ചു. അതുപോലെ കണക്റ്റീവ് വേർഡ്സ് ആൻഡ് ഓർ അത് അറിയാം. അതുപോലെ ക്വാണ്ടിഫയേഴ്സ് ആർ ഫോർ ഓൾ, ഫോർ എവറി, there exist, അതൊക്കെയാണ് ക്വാണ്ടിഫയേഴ്സ്. പാർട്ട് 1 നമ്മൾ നോക്കി.
ഈ പാർട്ട് 2 നമ്മൾ പഠിക്കുന്നത് കോൺട്രാ പോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ്. ഇപ്പൊ ഞാനിവിടെ 2 സ്റ്റേറ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. P such that a number is a multiple of 9. 9ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. 9ന്റെ മൾട്ടിപ്പിൾസ് 9, 18, 27, 36, etc. These are the multiples of 9. Q such that a number is a multiple of 3. 3യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 3, 6, 9, 12, 15, 18, etc. ഇതാണ് 3യുടെ മൾട്ടിപ്പിൾസ്. 3 into 1, 3 into 2, 3 into 3. അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, if a number is multiple of 9, clearly it is multiple of 3. 9 is multiple of 3. 18 is a multiple of 3. 18 is a multiple of 3. 27 is a multiple of 3. If a number is multiple of 9, clearly it is a multiple of 3. So P implies Q. തന്ന നമ്പർ 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 3യുടെയും മൾട്ടിപ്പിൾ ആണ്. കാരണം 9 എന്ന് പറയുന്നത് 3 into 3 ആണ്. അപ്പോൾ 3 എന്തായാലും അതിൽ വരും. So if a number is multiple of 9, then clearly it is multiple of 3. So here P implies Q. Okay, if P then Q. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇതുപോലെ കമ്പൈൻ ചെയ്തിട്ട് പുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാം. 2 കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അത് രണ്ടിനെ നമുക്ക് ഈഫ് ദെൻ ഉപയോഗിച്ചുകൊണ്ട് കമ്പൈൻ ചെയ്യാം. ഈഫ് ദെൻ ഈ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് പുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാം. ഇഫ് എ നമ്പർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 9, then it is a multiple of 3. ഈ ടൈപ്പ് സെന്റൻസുകളെ നമ്മൾ പറയുന്നത്, ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സുകളെ നമ്മൾ പറയുന്നത് ഇംപ്ലിക്കേഷൻസ്. P implies Q ആണ്. P implies Q. P ശരിയാണെങ്കിൽ Qയും ശരിയാണ്. P implies Q. P ആണ് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. 9 കൊണ്ട് ഡിവിസിബിൾ ആണ് ഒരു നമ്പർ, എന്തായാലും 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. സോ if P then Q. If you are born in India, then you are a citizen of India. If a triangle is equilateral, if a triangle is an equilateral triangle, then it is an isosceles triangle. 3 സൈഡ്സും ഈക്വൽ ആണ്. ട്രയാങ്കിളിന്റെ 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ 2 സൈഡ്സ് എന്തായാലും ഈക്വൽ ആയിരിക്കൂലേ. So if a triangle is equilateral triangle, then it is isosceles triangle. If a number is divisible by 10, then if a number is divisible by 10, then it is divisible by 5. ഈ സ്റ്റേറ്റ്മെന്റിന്റെ കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതാൻ വളരെ ഈസിയാണ്. തന്ന സ്റ്റേറ്റ്മെന്റിനെ R ആയിട്ട് എടുക്കണം, കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സിനെ P യും Q ആയിട്ട് എടുക്കണം. ഈ ഫസ്റ്റ് പാർട്ട്, ഈഫിന് ശേഷം വരുന്ന ഫസ്റ്റ് പാർട്ട്, ഈ കോമക്ക് ഇപ്പുറം വരുന്ന ഈ പാർട്ടിനെയാണ് നമ്മൾ ഫസ്റ്റ് കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുന്നത്. അതിനുശേഷം ദെന്നിന് ശേഷം വരുന്നതിനെ നമ്മൾ സെക്കൻഡ് കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതണം. ചെറിയൊരു ഇതുണ്ടാകും. ഈ പറയുന്ന രണ്ടാമത്തെ കാര്യം പറയുന്നത് ഈ നമ്പറിനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ ഈ നമ്പറിന് ചേർക്കണമെന്നേ ഉള്ളൂ. സോ P such that a number is divisible by 10. Q such that a number is divisible by 5. Okay, a number is divisible by 10 is P. A number is divisible by 5 is Q. തന്ന സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാ പോസിറ്റീവ് എഴുതുന്നത് എങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു കേൾക്കണം. തന്ന സ്റ്റേറ്റ്മെന്റ് R ആണ്, അതിന്റെ കോമ്പോണന്റ്സ് P യും Q ആണ്. തന്ന സ്റ്റേറ്റ്മെന്റ് ഇരിക്കുന്നത് if P then Q. ഇതാണ് തന്ന സ്റ്റേറ്റ്മെന്റ്. if P then Q. ഇതാണ് തന്ന സ്റ്റേറ്റ്മെന്റ് R. ഇതിന്റെ കോൺട്രാ പോസിറ്റീവ് എഴുതേണ്ടത്, കോൺട്രാ പോസിറ്റീവ് വളരെ ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റ് ആണ്. കോൺട്രാ പോസിറ്റീവ് എഴുതേണ്ടത് if not Q. Q ഇവിടെ രണ്ടാമത്തെ കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്, നമ്മൾ എഴുതേണ്ടത് not Q, then not P എഴുതണം. if not Q, then not P. So contra positive is if not Q, then not P. ഇതാണ് കോൺട്രാ പോസിറ്റീവ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു കേൾക്കണം. തന്ന സ്റ്റേറ്റ്മെന്റ് if P then Q, അതിന്റെ കോൺട്രാ പോസിറ്റീവ് if not Q, then not P. Okay, if not Q, then not P. If a number is not divisible by 5, Qന്റെ കൂടെ നോട്ട് ചേർക്കണം. ഓക്കെ, Qന്റെ കൂടെയാണ് നോട്ട് ചേർക്കേണ്ടത്.
If a number is not divisible by 5, then it is not divisible by 10. ഇതാണ് contrapositive. Contrapositive. If a number is divisible by 10, then it is divisible by 5. Component statements are P such that a number is divisible by 10. ഈ first part ആണ് P, second part Q. അതിന്റെ കോൺട്രാപോസിറ്റീവ് എഴുതേണ്ടത് if not Q, രണ്ടാമത്തെ കോമ്പണന്റ് സ്റ്റേറ്റ്മെന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, നോട്ട് ചേർക്കണം, നോട്ട് Q, then not P. Pക്ക് നോട്ട് ചേർത്തിട്ട് എഴുതണം. If a number is not divisible by 5, then it is not divisible by 10. കോൺട്രാപോസിറ്റീവ് ഇതെല്ലാവരും നോട്ടിൽ വൃത്തിക്ക് എഴുതി വെക്കണം. ഇത് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഏത് സ്റ്റേറ്റ്മെന്റ് തന്നാലും കോൺട്രാപോസിറ്റീവ് എഴുതാം. തന്ന സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ ഉണ്ടാകും. ഇഫ് പി ദെൻ ക്യൂ, പി ഇംപ്ലൈസ് ക്യൂ, ഇതാണ് തന്ന സ്റ്റേറ്റ്മെന്റ്. അതിന്റെ കോൺട്രാപോസിറ്റീവ് ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി. അതായത് നോട്ട് ക്യൂയിൽ നിന്നും നോട്ട് പിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കോൺട്രാപോസിറ്റീവ് ആയിരിക്കും. അപ്പൊ തന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ അതിന്റെ കോൺട്രാപോസിറ്റീവും എപ്പോഴും ട്രൂ ആയിരിക്കും. തന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ അതിന്റെ കോൺട്രാപോസിറ്റീവും ട്രൂ ആയിരിക്കും. If a number is divisible by 9, then it is divisible by 3. If P then Q പോലെയാണ് ഇരിക്കുന്ന സെന്റൻസ്. Components are P such that a number is divisible by 9, Q such that a number is divisible by 3. Contrapositive is if not Q then not P. If a number is not divisible by 3, then it is not divisible by 9. തന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, അതിന്റെ കോൺട്രാപോസിറ്റീവും ട്രൂ ആണ്. ഒരു നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഒരു നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ അല്ല എങ്കിൽ അത് 9 കൊണ്ടും ഡിവിസിബിൾ അല്ല. ശരിയല്ലേ? ഒരു നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. 28 is not divisible by 3. It is not divisible by 9. അപ്പോൾ നമ്മുടെ തന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ കോൺട്രാപോസിറ്റീവും ട്രൂ ആയിരിക്കും. If a number is divisible by 9, then it is divisible by 3. തന്ന സ്റ്റേറ്റ്മെന്റ് if P then Q പോലെയാണ് ഇരിക്കുന്നത്. അതിന്റെ കോൺവേഴ്സ് എഴുതുന്നത് എങ്ങനെ, അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. കോൺവേഴ്സ് എഴുതേണ്ടത് if P then Q എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കോൺവേഴ്സ് വരുന്നത് if Q then P. വളരെ ഈസി അല്ലേ? ക്യൂവിനെ കൊണ്ടുവന്നിട്ട് ആദ്യം എഴുതണം, അതിനുശേഷം പീനെ കൊണ്ടുവന്നിട്ട് രണ്ടാമത് എഴുതണം. ഇഫ് എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 9, then it is divisible by 3. അതാണ് തന്ന സ്റ്റേറ്റ്മെന്റ്. അതിന്റെ കോൺവേഴ്സ് നേരെ തിരിച്ചിടലാണ്. കോൺവേഴ്സ് വരുന്നത് if a number is divisible by 3, then it is divisible by 9. നേരെ തിരിച്ചിടണം, നോട്ട് ചേർക്കാനൊന്നുമില്ല. ആദ്യം ക്യൂ എഴുതണം, രണ്ടാമത് പി എഴുതണം. If P then Q, this is converse. If a number is divisible by 3, then it is divisible by 9. Converse ശ്രദ്ധിച്ച് കേൾക്കണേ. If P then Q ആണ് തന്ന സ്റ്റേറ്റ്മെന്റ് എങ്കിൽ അതിന്റെ കോൺവേഴ്സ് വരുന്നത് if Q then P. ആദ്യം Q എഴുതണം, പിന്നെ P എഴുതണം. ഇപ്പൊ നമ്മൾ കോൺട്രാപോസിറ്റീവും കോൺവേഴ്സ് എന്താണ് ഒന്നും കൂടി പറയാൻ പോവാണ്. if P then Q എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാപോസിറ്റീവ് if not Q then not P. നോട്ട് ചേർത്തിട്ട് വേണം Q എഴുതാൻ, നോട്ട് ചേർത്തിട്ട് വേണം P എഴുതാൻ. പക്ഷെ കോൺവേഴ്സിൽ എങ്ങനെയാ? if Q then P. ഇതൊന്ന് നന്നായിട്ട് നിങ്ങളുടെ ഫോർമുല ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വൃത്തിക്ക് എഴുതി വെക്കാം. നോട്ടിന്റെ ഫസ്റ്റ് പേജിൽ എഴുതി വെക്കാം. എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റ് തരും, അതിന്റെ കോൺട്രാപോസിറ്റീവും കോൺവേഴ്സ് എഴുതാൻ 100% ഉറപ്പാണ് എക്സാമിന് വരും. അപ്പൊ നന്നായിട്ട് പഠിച്ചു വെച്ചോളണം. Write the contrapositive and converse of following statements. If x is a prime number, then x is odd. ഇപ്പൊ നമുക്ക് ആദ്യം കോമ്പണന്റ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതാം. x is a prime number. ഈ ഫസ്റ്റ് പാർട്ടാണ് പിയിൽ എഴുതേണ്ടത്. സെക്കൻഡ് പാർട്ട് x is odd. അപ്പൊ അവിടെ x is an odd number. അതാണ് നമ്മുടെ Q. കോൺട്രാപോസിറ്റീവ് എന്ന് പറയുമ്പോൾ if not Q then not P. if x is ഇതിന്റെ കൂടെ നോട്ട് ചേർക്കണം. if x is not an odd number, then x is not a prime number. തന്ന സ്റ്റേറ്റ്മെന്റ് കോൺട്രാപോസിറ്റീവ് ട്രൂ ആണോ ഫോൾസ് ആണോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കോൺട്രാപോസിറ്റീവ് എഴുതണം എന്ന് പറഞ്ഞാൽ if not Q then not P അങ്ങ് എഴുതി വെച്ചല്ലേ. കോൺവേഴ്സ് is if Q then P.
If x is an odd number, then x is a prime number. Q കൊണ്ടുവന്നിട്ട് ആദ്യം എഴുതണം, P കൊണ്ടുവന്നിട്ട് രണ്ടാമത് എഴുതണം. If the two lines are parallel, then they do not intersect in the same plane. If two lines are parallel, then they do not intersect in the same plane. അപ്പോൾ നമുക്ക് ആദ്യം കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതാം. P such that two lines are parallel. Q such that two lines do not intersect in same plane. Contrapositive, if not Q, then not P. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്യൂവിൻ്റെ അകത്ത് ഓൾറെഡി ഒരു നോട്ട് ഉണ്ട്. അതിന്റെ നെഗേഷൻ എഴുതേണ്ടത് എങ്ങനെയാ? ആ നോട്ട് അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. നോട്ട് എടുത്തു കഴിഞ്ഞാൽ നെഗേഷൻ കിട്ടും. ഇഫ് ടു ലൈൻസ് ഇന്റർസെക്ട്, ഡു നോട്ട് ഉള്ളത് നമ്മൾ എടുത്തു കളയണം നെഗേഷൻ എഴുതുമ്പോൾ. ഇഫ് ടു ലൈൻസ് ഇന്റർസെക്ട് ഇൻ ദ സെയിം പ്ലെയിൻ, then they are not parallel. ഇവിടെ പാരലൽ ആണുള്ളത്, അതിന്റെ കൂടെ നോട്ട് ചേർക്കണം. നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് എടുത്ത് കളയണം. നോട്ട് ഇല്ലാത്ത സ്ഥലത്ത് നോട്ട് ചേർത്തിട്ട് വേണം എഴുതാം. കാരണം നമ്മൾ എഴുതുന്നത് കോൺട്രാപോസിറ്റീവ് ആണ്. നോട്ട് ക്യൂ നോട്ട് പി ആണ് വേണ്ടത്. കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ ഇഫ് ക്യൂ ദെൻ പി, ക്യൂ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിയിലേക്ക് എത്തണം. ഇഫ് ടു ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട് ഇൻ ദ സെയിം പ്ലെയിൻ, then they are not parallel. Now third one, if x is an even number, then x is divisible by 4. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കട്ടെ. ആദ്യം കോമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതണം. P such that x is an even number. Q such that x is divisible by 4. കോൺട്രാപോസിറ്റീവ് എഴുതേണ്ടത് നോട്ട് ക്യൂ എന്ന് സ്റ്റാർട്ട് ചെയ്യണം, നോട്ട് പിയിലേക്ക് എത്തണം. If x is not divisible by 4, then it is not an even number. അതാണ് കോൺട്രാപോസിറ്റീവ്. കോൺവേഴ്സ് എന്ന് പറയുന്നത് ക്യൂയിൽ നിന്ന് പിയിലേക്ക് ഡയറക്റ്റ് പോയാലേ. ഇഫ് എക്സ് ഇസ് ഡിവിസിബിൾ ബൈ 4, then it is an even number. അതാണ് കോൺവേഴ്സ്. നമുക്ക് രണ്ടും നോട്ട്സിൽ എഴുതി വെക്കാം. കോൺട്രാപോസിറ്റീവ്, ഇഫ് നോട്ട് ക്യൂ then not p. If x is not divisible by 4, then x is not an even number. Converse, if q then p. If x is divisible by 4, then x is an even number. മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെ പ്രൂവ് ചെയ്യാൻ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. നമ്മളിവിടെ ഒരു മെത്തേഡാണ് പരിചയപ്പെടാൻ പോകുന്നത്, കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം ഇതിൽ നിന്ന് സാധാരണ എല്ലാ വർഷത്തിലും ചോദിക്കാറുണ്ട്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് കാണാം, പ്രൂവ് ദാറ്റ് √2 is irrational. √2 is irrational by using contradiction method. Prove that √5 is irrational using contradiction method. Prove that √7 is irrational by using contradiction method. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം പല എക്സാമുകളിലും 90% പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ടൈപ്പ് ഒരു ചോദ്യം വന്ന് കാണാറുണ്ട്. അപ്പോൾ ഇത് ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിൽ പോലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ് ഈ ചാപ്റ്ററിലെ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രൂഫും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താമെന്ന് വിചാരിക്കുന്നു. ചോദ്യം എഴുതിയെടുത്തോളൂ. പ്രൂവ് ദാറ്റ് √2 is irrational by using contradiction method. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രൂഫാണ്. നിങ്ങളിപ്പോൾ പഠിച്ചില്ലെങ്കിലും ഇത് ഹയർ ക്ലാസ്സിലൊക്കെ ഇത് വരുന്നുണ്ട്. ഈ പ്രൂഫ് പിന്നെയും വരുന്നുണ്ട്. പ്രൂഫ് ശ്രദ്ധിച്ചിട്ട് കേട്ടോളൂ. ഈ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചേക്കണം. ഗിവൻ ദാറ്റ് √2 is irrational. നമുക്കറിയാം √2 ഇറാഷണൽ ആണ്. പക്ഷേ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് √2 is rational. അതൊരു റാഷണൽ നമ്പർ ആണ് അസ്യൂം ചെയ്യണം. തെറ്റാണത്, നമ്മൾ എടുക്കുന്നത് തെറ്റാണ്. പക്ഷെ തെറ്റായ ഒരു അസംഷൻ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അതാണ് ഈ കോൺട്രഡിക്ഷൻ മെത്തേഡ്. അവസാനം നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടും. നമ്മൾ അസ്യൂം ചെയ്തതിന് നേരെ തിരിച്ചായിട്ട് ഒരു സംഭവം കിട്ടും. അതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. അസ്യൂം √2 is rational. So √2 is equal to a/b. റാഷണൽ നമ്പർ എല്ലാം ഈ ഫോമിലാണ് ഇരിക്കുന്നത്. റാഷണൽ നമ്പർ പഠിച്ചിട്ടുണ്ട് നമ്മൾ. Q, set of all p by q where q not equal to 0, p and q belongs to set. Q is the set of all p by q such that p and q belongs to set and q not equal to 0. ഈ സെറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ √2 റാഷണൽ ആണ് അസ്യൂം ചെയ്താൽ നമുക്ക് √2നെ a/b എന്ന് എഴുതാം. ഈ
എ ബൈ ബി എന്ന് എഴുതാം. ബി ഈസ് നോട്ട് ഈക്വൽ ടു 0. നമ്മളിവിടെ ഒരു എക്സ്ട്രാ കണ്ടീഷനും കൂടി ചേർക്കും. എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടർ. നോ കോമൺ ഫാക്ടർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടർ. അതായത് നമ്മൾ എടുത്തിരിക്കുന്നത് 6/12 ഇങ്ങനെയാണെങ്കിൽ അതിനെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. നമ്മൾ എടുക്കുന്നത് 9/27 ആണെങ്കിൽ 1/3. 9/27 ആണെങ്കിൽ അതിനെ 1/3 ആക്കിയിട്ട് എഴുതണം. അതുപോലെ ഓക്കെ 2/6 ആണെങ്കിൽ അതിനെ 1/3 ആക്കിയിട്ട് എഴുതണം. കോമൺ ഫാക്ടേഴ്സ് കളയണം എന്നർത്ഥം. കോമൺ ഫാക്ടേഴ്സ് എല്ലാം കളഞ്ഞ ശേഷം സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതിയതാണ് എ ബൈ ബി എന്നർത്ഥം. എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ്. പ്രൂഫിൽ വേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ ബോർഡിൽ വെക്കാം. അത് എക്സ്ട്രാ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഞാൻ മായ്ച്ചു കളഞ്ഞു. ഓക്കെ, പ്രൂഫിൽ വേണ്ടത് ഈ കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. അസ്യൂം റൂട്ട് 2 ഇസ് റാഷണൽ. സോ റൂട്ട് 2 ഇസ് ഈക്വൽ ടു എ ബൈ ബി. ബി നോട്ട് ഈക്വൽ 0. എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ്. ഇനി നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യണം. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. Squaring both sides, we get root 2 square is 2. A by b whole square is a square divided by b square. 2 is equal to a square divided by b square. നമ്മൾ അവിടെ assume ചെയ്തിട്ടുണ്ട് a and b have no common factors. A and b have no common factors. Okay. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. സോ 2b സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ, ദാറ്റ് ഇസ് എ സ്ക്വയർ ഈക്വൽ ടു 2b സ്ക്വയർ. ഈ ബി സ്ക്വയറിനെ ഇങ്ങോട്ടേക്ക് എടുത്തത്. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2b സ്ക്വയർ. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി സ്ക്വയർ. അപ്പോൾ എ സ്ക്വയറിനെ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് 2 ഇൻറ്റു ബി സ്ക്വയർ ആണ്. ദിസ് ഇംപ്ലൈസ് എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2. എ സ്ക്വയർ ഇസ് ഡിവിസിബിൾ ബൈ 2. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ 12നെ 3 ഇൻറ്റു 4 എന്ന് എഴുതുന്നില്ലേ 12നെ. സോ ദിസ് 12 ഈസ് ഡിവിസിബിൾ ബൈ 3. 12 ഈസ് ഡിവിസിബിൾ ബൈ 4. ഓക്കെ, 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടും. അതുപോലെ നമ്മൾ ഒരു നമ്പറിനെ 2 ഇൻറ്റു എനി അതർ നമ്പർ എഴുതി കഴിഞ്ഞാൽ ഈ എ സ്ക്വയർ എന്താകും? 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. എ സ്ക്വയർ ഇസ് ഡിവിസിബിൾ ബൈ 2. ദിസ് ഇംപ്ലൈസ് എ ഈസ് ഡിവിസിബിൾ ബൈ 2. എ സ്ക്വയർ 2 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എയും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഒരു ഉദാഹരണം പറയാം. എ സ്ക്വയർ 4, പെർഫെക്റ്റ് സ്ക്വയർ എടുക്കണം. എ സ്ക്വയർ 4 ആണ്. അപ്പോൾ എ എന്താണ്? 2 ആണ്. എ സ്ക്വയർ 16 ആണെങ്കിൽ എ എന്താണ്? 4. എ സ്ക്വയർ 36 ആണെങ്കിൽ എ 6 ആണ്. ഇവിടെയൊക്കെ എ സ്ക്വയർ ഡിവിസിബിൾ ബൈ 2 ആണ്. അതുപോലെ എയും ഡിവിസിബിൾ ബൈ 2 ആണ്. എ സ്ക്വയർ ഡിവിസിബിൾ ബൈ 2 ആയി കഴിഞ്ഞാൽ എയും ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇഫ് എ സ്ക്വയർ ഇസ് ഡിവിസിബിൾ ബൈ 2, that implies a is divisible by 2. So a is equal to 2 into a constant c. C is any integer. 2 into c. അതായത് a എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 2 into 1 ആയിരിക്കും, അല്ലെങ്കിൽ 2 into 2 ആയിരിക്കും, അല്ലെങ്കിൽ 2 into 3 ആയിരിക്കും. 2 into ഒരു കോൺസ്റ്റന്റ് പോലെ ആയിരിക്കും നമ്മുടെ a ഉണ്ടാവുക. ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. 2 into ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടാകും. സോ a is equal to 2c. a square equal to ഇതിന്റെ സ്ക്വയർ എടുക്കണം 4c സ്ക്വയർ. a square is equal to 4c സ്ക്വയർ. ഇനി നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. a സ്ക്വയർ ഇരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. a സ്ക്വയർ is equal to 2b സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഈ a സ്ക്വയറിന് പകരം 2b സ്ക്വയർ എന്ന് എഴുതണം. a സ്ക്വയറിന് പകരം ഈ ഇക്വേഷനിൽ നിന്നും എടുക്കുന്ന 2b സ്ക്വയർ എഴുതണം. 2b സ്ക്വയർ equal to 4 into c സ്ക്വയർ. ഡിവൈഡ് ബോത്ത് സൈഡ് ബൈ 2. b square equal to 2c square. Dividing by 2, we get b square equal to 2c square. This implies 2 divides b square. കാരണം 2 into a constant ഉണ്ട് b square. 2 b square നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താകും? 2 divides b. ഓക്കെ, b സ്ക്വയറിന്റെ ഒരു ഫാക്ടർ ആണ് 2. അങ്ങനെ വരണമെങ്കിൽ 2 ബിയുടെയും ഒരു ഫാക്ടർ ആയിരിക്കും. If 2 divides b square, then 2 divides b. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് a is divisible by 2. ഓക്കെ, 2 divides b എന്ന് പറയുമ്പോൾ b is divisible by 2. b is divisible by 2. a നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടും.
ബിനെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും റിമൈൻഡർ 0 കിട്ടും. 2 is a factor of A and 2 is a factor of B. So 2 is a factor of A and B. എയുടെയും ബിയുടെയും ഫാക്ടർ ആണ് 2. സോ 2 is a common factor. പക്ഷെ നമ്മൾ എന്താ അസ്യൂം ചെയ്തത് ആദ്യം? 2 is not a common factor. There is no common factor. നമ്മൾ ആദ്യം അസ്യൂം ചെയ്തത് there is no common factor between A and B. കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്ത നമ്പേഴ്സ് ആണ് A and B. പക്ഷെ നമുക്ക് ഇപ്പൊ എന്ത് കിട്ടി? 2 is a common factor, which is a contradiction. To our assumption. Hence the proof. അതായത് നമ്മൾ അസ്യൂം ചെയ്തത് √2 റാഷണൽ നമ്പർ എന്നാണ്. അത് തെറ്റി. ഓക്കെ, അത് തെറ്റാൻ കാരണം എന്താ? 2 is കോമൺ ഫാക്ടർ എന്ന് കിട്ടി. there is no കോമൺ ഫാക്ടർ നമ്മൾ എടുത്തു, പക്ഷെ നമുക്കൊരു കോമൺ ഫാക്ടർ കിട്ടി. അതുകൊണ്ട് നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത ഈ സംഭവം ഉണ്ടല്ലോ, അത് തെറ്റാണ്. അസ്യൂം √2 is റാഷണൽ, ആ അസംഷൻ തെറ്റാണ് നമുക്ക് കിട്ടി. സോ √2 is ഇറാഷണൽ നമ്പർ. ഇതേപോലെ തന്നെയാണ് √7, √5, √6, √8 ഒക്കെ വന്നാൽ നമുക്ക് ചെയ്യാം. √4, √9 ഒന്നുമില്ല, അത് √4 2 വരും, റാഷണൽ നമ്പറാണ്. √9 3 റാഷണൽ നമ്പറാണ്. പക്ഷെ ഇതെല്ലാം എന്താണ്? ഇറാഷണൽ നമ്പറാണ്. ഈ √2 പകരം √7 വന്നാൽ ഈ 2 ഉള്ള സ്ഥലത്തെല്ലാം 7 വരും. അതാണ് ഈ ചോദ്യത്തില് 2 എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ 7 വരും. ഓക്കെ, അങ്ങനെയാണ് √7ന്റെ പ്രോബ്ലം ചെയ്യേണ്ടത്. ഈ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രൂഫാണിത്. ഇത് നിങ്ങളൊന്ന് പഠിക്കണം. ഓക്കെ, ഈ സ്റ്റെപ്സ് ഇതുപോലെ പഠിച്ചിട്ട് എഴുതുക. അതിൽ ഈ കാര്യങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ എഴുതിയ കാര്യങ്ങളുണ്ടല്ലോ, ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ എഴുതണം. സെന്റൻസ് ഒന്നും വിടാൻ പാടില്ല. ഇതെല്ലാം, ഈ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ എഴുതിയിരിക്കണം. അതാണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രൂഫ്. ഇപ്പൊ നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളെല്ലാം കവർ ചെയ്തു. നെഗേഷൻ എഴുതേണ്ടത് എങ്ങനെയെന്ന് അറിയണം, കോൺട്രാ പോസിറ്റീവ് എഴുതേണ്ടത് എങ്ങനെയെന്ന് അറിയണം, കോൺവേഴ്സ് എഴുതേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം.